KPCTA സോഷ്യൽ മീഡിയ സെൽ അവതരിപ്പിക്കുന്നു ഇരുണ്ട ഭൂതകാലത്തിൽ നിന്ന് പ്രത്യാശയുടെ ഭാവിയിലേക്ക് UDF-നൊപ്പം. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കോളേജ് അധ്യാപകർ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ ശക്തികളിൽ ഒന്നാണ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരും മികവുറ്റ ഒരു ഭാവി തലമുറയെ വളർത്തിയെടുക്കാൻ ഭാരമേൽപ്പിക്കപ്പെട്ടവരുമായ കോളേജ് അധ്യാപകർ പ്രവർത്തിക്കുന്ന ഈ തൊഴിൽ മേഖലയുടെ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു തുറന്ന വിശകലനമാണ് ഇത്. UGC 7ാം ശമ്പള പരിഷ്കരണവും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പാക്കപ്പെട്ട പ്രധാനപ്പെട്ട 10 വർഷങ്ങളിലൂടെയാണ് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം കടന്നുപോയത്. എന്നാൽ ഈ കാലയളവിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചത് എന്താണ്? ഒരു വിജ്ഞാന സമൂഹമായി നമ്മുടെ രാജ്യത്തെ മാറ്റാൻ ഏറ്റവും മികച്ച മനുഷ്യ വിഭവശേഷിയുള്ളവരെ കോളേജ് അധ്യാപക രംഗത്തേക്ക് ആകർഷിക്കാനായി UGC നടപ്പിലാക്കിയ മാർഗനിർദ്ദേശങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് BC നിയമനം, ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ നിയമനം, ബോർഡ് ഓഫ് സ്റ്റഡീസ്, അക്കാദമിക് കൗൺസിൽ പോലെയുള്ള ഉന്നത അക്കാദമി സമിതിയിലേക്കുള്ള നാമനിർദ്ദേശം, CIS പ്രകാരമുള്ള അധ്യാപകരുടെ സ്റ്റേജ് പ്രമോഷനുകൾ, ഗൈഡ്ഷിപ്പ് അപേക്ഷകൾ, യൂണിവേഴ്സിറ്റിയിലെ നിയമനങ്ങൾ, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയ്ക്കായി അഡ്മിഷൻ, റിസൾട്ട് എന്നിവയിൽ ഉൾപ്പെടെ വഴിവിട്ട സഹായങ്ങൾ എന്നിങ്ങനെ എല്ലാ തലത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരിടതുപക്ഷ രാഷ്ട്രീയ ചട്ടുകമാക്കി തരം താഴ്ത്തിയ 10 വർഷങ്ങളാണ് കടന്നുപോയത്. ഏതനീതിക്കും രാഷ്ട്രീയ നാടകങ്ങൾക്കും കുടപിടിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ ഭിക്ഷാംദേഹികളായി ഗുണംപറ്റികളായി കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് സർവകലാശാല സിൻഡിക്കേറ്റുകളും അധപ്പതിച്ചിരിക്കുന്നു. നമ്മളിൽ പലരും ഈ രാഷ്ട്രീയ വിവേചനത്തിന് ഇരകളായവരാണെന്നത് പച്ചയായ സത്യമാണ്. 2016 നടപ്പിലായ UGC 7ാം ശമ്പള പരിഷ്കരണം ഒന്നാം പിണറായി സർക്കാരിന്റെ ഒന്നിനു പിറകെ ഒന്നായി പുറത്തിറങ്ങിയ അബദ്ധജടിലങ്ങളായ 19 ഓർഡറുകൾക്ക് ശേഷം കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ കോടതി വഴിയുള്ള ഇടപെടൽ മൂലമാണ് കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് 2021 അനുഭവവേദ്യമായത്. 2016-19 ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുന്ന കാര്യത്തിലും തികഞ്ഞ അനാസ്ഥയും അവഗണനയുമാണ് ഒന്നാം പിണറായി സർക്കാർ കേരളത്തിലെ കോളേജ് അധ്യാപകരോട് കാണിച്ചത്. അതിന്റെ ഫലമായി നമുക്ക് നഷ്ടപ്പെട്ടത് 3 വർഷത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയാണ്. റീഇംബേഴ്സ്മെന്റ് വ്യവസ്ഥയിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമായിരുന്ന 750 കോടി രൂപ ഉൾപ്പെടെ 1500 കോടി രൂപയാണ് ഇത്തരത്തിൽ നമുക്ക് നഷ്ടമായത്. സത്യം ഇതായിരിക്കെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആവർത്തിച്ചു പറയുന്നത് UGC ശമ്പള പരിഷ്കരണ അരിയർ കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് നൽകിക്കഴിഞ്ഞു എന്നാണ്. ഈ പച്ചക്കള്ളത്തിന് നമുക്ക് മറുപടി കൊടുക്കേണ്ടേ? 2020 ഏപ്രിൽ 1 വിഡ്ഢി ദിനത്തിലെ PG വെയിറ്റേജ് റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് മൂലം 3500 അധ്യാപക തസ്തികകളാണ് കേരളത്തിൽ ഇല്ലാതായത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദുരവ്യാപകമായ ദോഷഫലങ്ങൾ സൃഷ്ടിക്കും എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കാതെ മാറ്റിവെച്ച ഈ തീരുമാനം ഒരു സുപ്രഭാതത്തിൽ ഒന്നാം പിണറായി സർക്കാർ നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അധ്യയന ഇതര പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിയിരുന്ന അധ്യാപക സമൂഹത്തിന് മേൽ കൂനിന്മേൽ കുരുവായി ഈ വിഡ്ഢി ഉത്തരവ്. ഈ രംഗത്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന അനേകം ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു ഇരുട്ടടി കൂടിയായിരുന്നു ഈ ഉത്തരവ്. 7ാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി കാലാകാലങ്ങളിൽ നമുക്കനുവദിക്കേണ്ടിയിരുന്ന കേന്ദ്ര നിരക്കിലെ ക്ഷാമബത്ത 4 വർഷത്തോളം മരവിപ്പിച്ച 2ാം പിണറായി സർക്കാർ DA കുടിശ്ശിക ഇനത്തിൽ മാത്രം 10 മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള നഷ്ടമാണ് നമുക്കുണ്ടാക്കിയത്. DA കേസിൽ DA ജീവനക്കാരുടെ അവകാശമല്ല എന്ന തീർത്തും തൊഴിലാളി വിരുദ്ധമായ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ച് പിണറായി സർക്കാർ ചരിത്രം സൃഷ്ടിച്ചു. ഒരു ക്ഷേമരാഷ്ട്രത്തിൽ ഒരു സർക്കാരും ഒരിക്കലും എടുക്കരുതാത്തൊരു നിലപാടാണ് സർക്കാരിന്റെ തന്നെ അവിഭാജ്യ ഘടകമായ ബ്യൂറോക്രസിക്കെതിരെ പിണറായി സർക്കാർ കൈക്കൊണ്ടത്. MPhil PhD ബിരുദങ്ങൾക്കുള്ള അഡ്വാൻസ് ഇൻക്രിമെന്റ് നിഷേധിച്ചത് പ്രമോഷന് മുൻകാല സർവീസ് പരിഗണിക്കുന്നത് സംബന്ധിച്ച് സൃഷ്ടിച്ചിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ, പേ റിവിഷൻ അരിയർ ബില്ലുകൾ പാസാക്കുന്നത് സംബന്ധിച്ച അധ്യാപക വിരുദ്ധ നിലപാടുകൾ, PF ക്രെഡിറ്റ് കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാലതാമസം, മെഡിസിപ്പ് വിഷയത്തിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പരിഹാരമില്ലാതെ തുടരുന്നു. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയിട്ട് അതിനായി
ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർ സപ്പോർട്ട് സ്കീം, വോക്ക് വിത്ത് എ സ്കോളർ പ്രോഗ്രാമുകൾ, അധ്യാപകർക്കുള്ള ആസ്പയർ, ഫ്ലയർ സ്കോളർഷിപ്പുകൾ എന്നിവയെല്ലാം 10 വർഷം കൊണ്ട് ഇവർ പൂട്ടിക്കെട്ടി. ക്യാമ്പസുകളിലെ അക്കാദമിക അന്തരീക്ഷം രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് മലീമസമാക്കി. റാഗിംഗ്, മയക്കുമരുന്ന്, രാഷ്ട്രീയ അക്രമങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള പഠനക്കളരികളാക്കി. നമ്മുടെ കലാലയങ്ങളുടെ അന്തസ്സിടിച്ച ഇരുണ്ട കാലം LDF ഭരിച്ച ഈ 10 വർഷങ്ങൾ തന്നെയാണ്. കോളേജ് അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകളെ അട്ടിമറിച്ച ഇരുണ്ട കാലം. നമ്മുടെ കലാലയങ്ങളും നാടും ഉപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും കേരളത്തിലെ യുവത പലായനം ചെയ്ത ഇരുണ്ട കാലം. വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെ തട്ടിക്കൂട്ടി തയ്യാറാക്കിയ 4 വർഷ ബിരുദ പദ്ധതി കൊണ്ട് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ആശങ്കയിലും ആശയക്കുഴപ്പത്തിലും കൊണ്ടെത്തിച്ച ഇരുണ്ട കാലം. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും തൊഴിൽ നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ മുട്ടിലിഴയിച്ച ഇരുണ്ട കാലം. നമ്മൾ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 10 വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം അനുഭവിച്ചറിഞ്ഞ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, സത്യാനന്തര കാലത്തെ PR വർക്കിൽ വീഴാതിരിക്കൂ. ഈ ഇരുണ്ട കാലത്തിന് തക്ക മറുപടി നൽകാൻ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കൂ. കേരളം ജയിക്കട്ടെ, UDF നയിക്കട്ടെ.